ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. ഇതാ പച്ചരി കൊണ്ട് ഇത്രയും നല്ല അടിപൊളി ടേസ്റ്റുള്ള പായസം നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. അതിനായിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് 1 കപ്പ് പച്ചരിയാണ്. 250 അളവിൻ്റെ കപ്പിലാണ് ഞാൻ 1 കപ്പ് പച്ചരി എടുത്തിരിക്കുന്നത്. പിന്നെ 6 സൂചി വെല്ലം എടുത്തിരിക്കുന്നത്, പിന്നെ 500 ml പാല്, പിന്നെ 1/2 കപ്പ് തേങ്ങ. ഇത്രയാണ് ചേരുവകൾ. ആദ്യം നമുക്ക് വെല്ലം ഒന്ന് ഉരുക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാനിൽ വെല്ലം ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഉരുക്കിയെടുക്കാം. ഇത് ഉരുക്കാൻ വെച്ച സമയം കൊണ്ട് നമ്മൾ അരി വേവിച്ചെടുക്കാം. അതിനായിട്ട് നമ്മളെടുത്തിരിക്കുന്ന പച്ചരി ഒന്ന് കഴുകിയിട്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 5-6 ഏലക്കായ ഇട്ട് കൊടുത്തു. ഞാൻ ഇപ്പോൾ കുറച്ചൊരു 8 ഏലക്കായ ഇട്ട് കൊടുത്തു. ഞാൻ ഫ്ലേവർ കുറവായിട്ട് തോന്നിയോണ്ടാണ് ഞാൻ 8 ഏലക്കായ എടുത്ത് കൊടുത്തത്. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളയും കൂടി ഇട്ടിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് ആ അരിയിലിട്ട് ഈ തേങ്ങേൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ 1 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതിലായിട്ട് ഞാൻ 5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിന്, അത് നല്ലോണം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇത് നന്നായിട്ട് ഉടനെ വരുന്ന രീതിക്ക് നന്നായിട്ട് വേവിക്കണം. ഇത് വെന്ത് കിട്ടാനായിട്ട് ഒരു 20 to 30 മിനിറ്റ് എടുക്കും. നമുക്കൊന്ന് ഇടയ്ക്ക് തുറന്നു നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അഥവാ നിങ്ങൾക്ക് വെള്ളം കുറവായിട്ടാണ് തോന്നിയെങ്കിൽ ഈ ടൈം ഒന്ന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി, വെള്ളം കുറവാണെങ്കിൽ. ഇപ്പം ഞാൻ പറഞ്ഞ അളവ് കറക്റ്റാണ്. നിങ്ങൾ ഗ്ലാസ് അളവിലാണെങ്കിൽ അങ്ങനെ ഗ്ലാസിൻ്റെ അളവിൽ 1 കപ്പ് അരിക്ക് 5 കപ്പ് വെള്ളം എന്ന രീതിക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതാ ഇപ്പം നമ്മൾ പച്ചരി നന്നായിട്ട് വെന്ത് കിട്ടീനെ. ഞാനൊരു സ്പൂൺ എടുത്തിട്ട് ഒന്ന് ഉടച്ച് നോക്കി. നല്ല നമുക്ക് ഉടഞ്ഞ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പരുവം. അപ്പോൾ നമ്മൾ ഉരുക്കി വെച്ച വെല്ലം അതിൽ അരിച്ചിട്ട് ഒന്ന് ഒഴിച്ചെടുക്കാം. ആ വെള്ളത്തിൽ എന്തെങ്കിലും പൊടിയുണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ടാണ് അരിക്കുന്നത്. എന്നിട്ട് എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് തിളപ്പിക്കുക. ആ വെല്ലം നമ്മളെ അരിയിൽ ചോറിലേക്ക് നന്നായിട്ട് വെന്തിട്ട് ഒട്ടിപ്പിടിക്കണം. വെള്ളം ഒഴിച്ച ശേഷം 10 മിനിറ്റ് നമുക്ക് അത് നല്ലോണം കുക്ക് ചെയ്തെടുക്കാം. ആ രീതിക്ക് ഈ രീതിക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാല് 500 ml പാല് നമുക്ക് ഒഴിച്ചിട്ട് മിക്സാക്കാം. ഇപ്പോൾ ഈ പായസം കുറച്ച് കട്ടിയിലുള്ള പായസം, ഇതിങ്ങനെ കുടിക്കാനാണ് ടേസ്റ്റ്. അഥവാ നിങ്ങൾക്ക് ലൂസാണ് വേണമെങ്കിൽ നന്നായിട്ട് വറ്റിക്കാണ്ട് നിന്നാൽ മതി. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഒന്ന് ഓഫാക്കിയാൽ മതി. ഞാൻ കുറച്ച് കുറുക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്, ആ ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ആ ടൈം കൊണ്ട് ഒരു പാൻ എടുത്തിട്ട് അതിൽ 1.5 ടേബിൾ സ്പൂണ് ഗീ ഒഴിച്ചു കൊടുത്ത്, പശു നെയ്യ് ഒഴിച്ചു കൊടുത്ത ശേഷം ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും എടുത്തിരിക്കുന്നത്, അത് ഒന്ന് വാട്ടിയിട്ട് അതിലേക്ക് നമ്മളെ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഈ ടൈം കൊണ്ട് നമ്മളെ പായസം നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കറക്റ്റ് പരുവായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ ടൈം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരിയും അതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കാം. ഇത് ചൂടോടെ കഴിക്കുന്നതിനേക്കാളും തണിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി ടേസ്റ്റായിട്ട് തോന്നിയത്. നമ്മൾ വാട്ടുമ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അത് ആ നെയ്യിലേക്ക് തന്നെ ഇട്ടിട്ട് അതിൻ്റെ കൂടെ അണ്ടിപ്പരിപ്പ് മുന്തിരിൻ്റെ കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമ്മളെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് പച്ചരാണെന്ന് തോന്നില്ല കേട്ടോ. നമ്മൾ ഗീ റൈസിനെ കൊണ്ട് എങ്ങനെയാണോ പായസം ഉണ്ടാക്കുന്നത് അതേ രുചിയായിട്ട് തന്നെ കിട്ടും. ഗസ്റ്റെല്ലാം വന്നാലേ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഡെസേർട്ടിലിത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.